ഡക്കാൻ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണിന്ന്. 2026 മെയ് 4 തിങ്കളാഴ്ച. ട്രെയിന് കടമ്പരും പുലികേശിമാരും പല്ലവരും ബാമിനിമാരും വിജയനഗരരും മുഗളരുമെല്ലാം കുമ്പുകോർത്ത വീതിയിലൂടെ കുതിച്ചു പായുകയാണ്. പ്രഭാതത്തിലെ കാഴ്ച ട്രെയിനിൽ കാണാൻ ഭയങ്കര രസമാണ്. ട്രെയിനൊരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ രാവിലത്തെ ഭക്ഷണമായിട്ട് ഇഡ്ഡലി വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ഒരു ചായയും. കൃഷ്ണ നദിയിൽ നിർമ്മിക്കപ്പെട്ട അൽമാട്ടി ഡാം ഈ ട്രെയിൻ റൂട്ടിലാണ് വരുന്നത്. ചില പാസഞ്ചർ ട്രെയിനിനൊക്കെ അൽമാട്ടി ഡാം എന്ന റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. അങ്ങനെ രാവിലെ ഒരു 10:30 ആയപ്പോൾ ഇന്നലെ വൈകുന്നേരം മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറി ഞാൻ ഇപ്പോൾ വിജയപുര എന്നറിയപ്പെടുന്ന ബീജാപൂരിൽ എത്തിച്ചേർന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള വെയിറ്റിംഗ് ഹാളിൽ നിന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇന്നലെ വൈകുന്നേരം ഇട്ട് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ലഗേജ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള പാർസൽ ഓഫീസിൽ കൊണ്ടുവച്ചു. 20 രൂപയാണ് ബാഗ് വെക്കാൻ അവിടെ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ കയ്യിലുള്ള ചെറിയ ബാഗായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ നിന്നും ഷെയർ ഓട്ടോയിൽ ആഷിംപീർ ദർഗയിലേക്കാണ് ആദ്യത്തെ യാത്ര. നല്ല ചൂടായതിനാൽ കയ്യിലൊരു കുട ഉണ്ടായിരുന്നു ഇത്തവണ. ഡക്കാനിൻ്റെ കുത്തുബ് എന്നറിയപ്പെടുന്ന സയ്യിദ് ഹാഷിംപീർ ദസ്തഗീർ അഹമ്മദാബാദിൽ നിന്നുമാണ് ബീജാപൂരിലെത്തുന്നതും ഇവിടുത്തെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതും. ഇവിടെ തന്നെ അദ്ദേഹത്തെ ഖബറടക്കുകയും ചെയ്തു. വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായി ഇപ്പോഴും എത്താറുണ്ട്. ആഷിംപീർ ദർഗൻ്റെ അടുത്തുനിന്നും മറ്റൊരു ഷെയർ ഓട്ടോയിൽ ബീജാപൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് എത്തിച്ചേർന്നു. ഉച്ച ആയതിനാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുകയും ചെയ്തു. 2 ചപ്പാത്തിയും ചോറും ദാൽക്കറിയും അച്ചാറും തൈരും കേസരിയും ചമ്മന്തിപ്പൊടിയും ബാജിയും എല്ലാം അടങ്ങിയ ഈ ചെറിയ ഹോട്ടലിലെ താലിക്ക് 80 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രുചിയുണ്ടായിരുന്നു. ഹോട്ടലിൽ ചെരിപ്പയച്ചു വെച്ച് കയറണമെന്നായിരുന്നു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ നിന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ ജോത് കുംഭസ് എന്നറിയപ്പെടുന്ന ബീജാപൂരിലെ ഈ വിസ്മയ നിർമ്മിതിയിലേക്ക്. ഇരട്ട താഴികക്കുടങ്ങൾ എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ നിർമ്മിതി ബീജാപൂരിലെ അവസാനത്തെ സുൽത്താനായിരുന്ന സിക്കന്ദർ ആദിൽ ഷായാണ് നിർമ്മിക്കുന്നത്. ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് അബ്ദുൽ റസാഖ് ഖാദിരിയുടെ ഖബറിടത്തിലേക്ക് വിശ്വാസികൾ ഇപ്പോഴും പ്രാർത്ഥനയ്ക്കായി എത്താറുണ്ട്. ജോത് കുംഭസിൻ്റെ അവിടെ നിന്നും 20 രൂപ കൊടുത്ത് മറ്റൊരു ഷെയർ ഓട്ടോയിൽ ഇബ്രാഹിം ലോസിയിലെത്തി. ഇവിടെ അകത്തേക്ക് പ്രവേശിക്കാൻ 20 രൂപയാണ് പ്രവേശന ടിക്കറ്റ്. വേറെ എവിടെയും പ്രവേശന ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. ബീജാപൂർ സുൽത്താനായിരുന്ന ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ തൻ്റെ പ്രിയ പത്നിയായ താജ് സുൽത്താനയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഡക്കാനിലെ കറുത്ത താജ്മഹൽ എന്നറിയപ്പെട്ട ഈ സുന്ദരമായ മക്ബറ. ഇബ്രാഹിം റോസയിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം മറ്റൊരു ഷെയർ ഓട്ടോയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ താടിയിലെ രോമങ്ങൾ സൂക്ഷിക്കുന്ന അസർ മഹലിലേക്ക് എത്തി. അറബി മാസത്തിലെ റബീഉൽ അവ്വൽ 12-ന്, അതായത് മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് മാത്രമേ ഈ പുണ്യകേശം പൊതുജനങ്ങൾക്ക് കാണാൻ അനുവദിക്കാറുള്ളൂ. പിന്നീട് മറ്റൊരു ഷെയർ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനെത്തി. ഇന്നത്തെ ദിവസം ഫുള്ള് ഷെയർ ഓട്ടോയിൽ യാത്ര ചെയ്തു എന്ന് തന്നെ പറയാം. ബാഗെല്ലാം പാർസൽ ഓഫീസിൽ നിന്നും എടുത്ത ശേഷം ബാഗൽകോട്ടിൽ നിന്ന് വരുന്ന ബസവ എക്സ്പ്രസ്സിന് വൈകുന്നേരം 4:35-ന് ബീജാപൂരിൽ നിന്നും കയറി. അടുത്ത ഡെസ്റ്റിനേഷൻ ഗുൽബർഗയാണ്. ട്രെയിനിൽ വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ അതിലൊരു ബേൽപുരി പോകുന്നുണ്ടായിരുന്നു. അത് വാങ്ങി കഴിച്ചു. ബേൽപുരി ട്രെയിനിൽ കൂടെ പോകുമ്പോൾ എന്തായാലും വാങ്ങി കഴിക്കലുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ വടാപ്പാവും വാങ്ങി കഴിച്ചിരുന്നു. രാത്രി 9:30 ആയപ്പോൾ ട്രെയിന് ഗുൽബർഗ് എത്തിച്ചേർന്നു. അവിടെ നിന്നൊരു ഓട്ടോയിൽ ഗുൽബർഗയിലെ പ്രശസ്തമായ ദർഗയായ ഖ്വാജ ബന്ദേ നവാസിലേക്ക്. രാത്രി ദർഗയുടെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തു. രാത്രി ഭക്ഷണമായിട്ട് ദർഗൻ്റെ അടുത്തുനിന്നും ദാൽ ചാവലും കഴിച്ച് ദർഗയുടെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി അന്നത്തെ ദിവസം ഇറങ്ങി.